ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുഞ്ഞു കുട്ടികളെ എങ്ങനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നു എന്ന് നോക്കാം. എൻ്റെ മോൾക്കിപ്പോൾ 4 മാസം പ്രായം കഴിഞ്ഞു. ഈ ഒരു പ്രായത്തിലെ കുട്ടികളെ എങ്ങനെയാണ് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യുന്നതിൻ്റെ 10-15 മിനിറ്റ് മുന്നെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിരിക്കണം. കാരണം നമ്മൾ കുഞ്ഞിനെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കുളിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ ആ സമയത്തിനാണ് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർ കരിയും വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് നല്ല ഹാപ്പിയായി മൂഡിൽ ഇരുന്ന് മസാജ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ കുഞ്ഞിൻ്റെ കാൽഭാഗത്താണ് മസാജ് ചെയ്യുന്നത്. പിന്നെ പുറം ഭാഗത്തും കൈകളിലും നല്ലതുപോലെ എണ്ണ തേച്ച് കൊടുക്കുന്നു. നമ്മളിവിടെ യൂസ് ചെയ്ത എണ്ണ എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ വെന്ത വെളിച്ചെണ്ണയാണ്. ഇത് വീട്ടിൽ തന്നെ ആക്കിയതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടായിരിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരോട് നല്ലതുപോലെ സംസാരിച്ചിരിക്കുക. അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിരിക്കും. എൻ്റെ മോൾക്ക് ഞാൻ 3.5 മാസപ്പോഴാണ് ഓയിൽ മസാജ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഭയങ്കരമായിട്ട് അവർക്ക് എന്താ പറയുക, ഒരു മസാജ് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ലായിരുന്നു, കരിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് ശീലമായി മാറി. ഇപ്പം മസാജ് ചെയ്യുമ്പോഴൊക്കെ നല്ലതുപോലെ കാണിച്ചു തരും. അതുപോലെ പിന്നെ നല്ല ഹാപ്പി മൂഡിലായിരിക്കും. ഞങ്ങളുടേതായ രീതിയിലാണ് കുഞ്ഞിനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ അധികമൊന്നും തേച്ച് ഓവറാക്കി എടുക്കാറൊന്നുമില്ല. ജസ്റ്റ് ഒരു പേരിന് മാത്രമുള്ള ഒരു ഓയിൽ മസാജ്, അത്രയേ ഉള്ളൂ. ആദ്യം തന്നെ വീഡിയോ കണ്ടതുപോലെ ബാക്ക് ഭാഗം നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കും. പിന്നെ ഈ ഫ്രണ്ട് ഭാഗം, കാലും വയറിൻ്റെ ഭാഗം, കയ്യുമൊക്കെ നല്ലതുപോലെ എണ്ണ തേപ്പിച്ച് കൊടുക്കും. പിന്നെ മുഖത്താണ് ഏറ്റവും ലാസ്റ്റ് തേക്കുന്നത്. ആൾക്കും മസാജ് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണിപ്പോൾ. അവിടെ നല്ലതുപോലെ കാണിച്ചു തരും. മസാജൊക്കെ ചെയ്ത് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കുളിപ്പിക്കുന്നത്. അതുപോലെ എനിക്ക് മസാജ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് കുഞ്ഞ് നന്നായി ഒന്ന് ഉഷാറ് ആയ പോലെ തോന്നിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഇത്തിരി മാസമായത് കൊണ്ടാണോ അല്ലെങ്കിൽ മസാജ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. കുളിപ്പിക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അധിക സമയം തലയിൽ എണ്ണ തേച്ച് നീരിറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ വെള്ളം അധികം ചൂടില്ലാത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉള്ളം കൈയിൽ ഒഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ചൂട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. സെപ്പാമെഡിൻ്റെ സോപ്പാണ് ഉപയോഗിക്കുന്നത്. ആൾക്ക് കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കരിയൊന്നുമില്ല. അതുകൊണ്ട് കുളിപ്പിക്കാനൊന്നും വലിയ പ്രശ്നമില്ല. കുളിപ്പിക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളോട് ഓരോ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവർ നല്ല രീതിക്ക് സന്തോഷത്തോടെ പിന്നെ ചിരിച്ചു തരും. പിന്നെ ഇവിടെ ഇപ്പോൾ ആളിപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ നല്ലതുപോലെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കൊച്ചു കുട്ടികളാകുമ്പോൾ എത്രയും വേഗം കുളിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വേഗം നമ്മൾ കുളിപ്പിച്ചെടുക്കണം. കാരണം അവർ മുകളിൽ അഴുക്കും ഒന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം കുളിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രയും വേഗം കുളിപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം ഇങ്ങനെ ഫ്രണ്ട് ഭാഗം കുളിപ്പിക്കും. കൈകളിലും വേറെ വിരലൊക്കെ നല്ലതുപോലെ തേച്ച് കുളിപ്പിക്കും. അതിനുശേഷം ബാക്ക് ഭാഗം കുളിപ്പിക്കും. പിന്നെ തല കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ കയ്യിൽ ഇങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്ക് അധികം വെള്ളമാവാത്ത രീതിയിൽ കുളിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ തല കുളിപ്പിക്കുന്നത്. കാരണം ലാസ്റ്റ് തല കുളിക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ തോർത്തിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ അധികം നീരിറങ്ങില്ല, വെള്ളം തലയിലൊന്നും അങ്ങനെ കുടിക്കില്ല. അതുകൊണ്ടാണ് തല ഏറ്റവും ലാസ്റ്റ് കുളിപ്പിക്കണം എന്ന് പറയുന്നത്.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക.